സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡമൈസ്ഡ് അപ്രോച്ച് ഫോർ പ്രോബ്ലം സോൾവിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡമൈസ്ഡ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ അറിയാം ഒരു റാൻഡംനെസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നോൺ ഡിറ്റർമിനിസം അല്ലാത്ത ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ചോയ്സ് ഉണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ ഒരു പേഴ്സൺ ഒരു ഗ്രിഡിൻ്റെ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അയാൾ ഒരു പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഇല്ലാതെ റാൻഡം ഡയറക്ഷനിൽ ചെയ്യുക. ഓക്കെ, അയാൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ ഏകദേശം എത്ര സമയം എടുക്കും എന്നാണ് നമ്മുടെ ഗോൾ. ഒന്നുകൂടി പറയാം, ഒരാൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, അയാൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എനി ഡയറക്ഷനിൽ സഞ്ചരിക്കാം. അയാൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എടുക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ആവറേജ് ടൈം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറേ പ്രാവശ്യം ഈ റാൻഡം വാക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തിരിച്ചെത്താൻ ആൾക്കാരിങ്ങനെ പറഞ്ഞു വിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രോസസ്സ് ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമുകൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് ചെയ്യുക. അപ്പം ഈ റാൻഡമൈസ്ഡ് അപ്രോച്ചിൽ സാധാരണയായിട്ട് നമ്മുടെ മുന്നിൽ ഒരു കോംപ്ലക്സ് ചലഞ്ചിങ് പ്രോബ്ലം വന്നാൽ അവിടെ നമ്മൾ സിമുലേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ആ പ്രോസസ്സിനെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലോട്ട് എത്താൻ ശ്രമിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ റാൻഡമായിട്ട് കോയിനെ ഫ്ലിപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് 2 നമ്പർ ഓഫ് ഒരു സീരീസ് ഓഫ് 5 പ്രാവശ്യം ചെയ്തപ്പോൾ 2 ഹെഡ് വരാനുള്ള ചാൻസ് എത്ര ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമുക്കത് അറിയത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ എക്സ്പെരിമെൻറ്റ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നോക്കും. എന്നിട്ട് എത്ര പ്രാവശ്യം നമുക്ക് നമ്പർ ഓഫ് ഹെഡ് എത്തിയെന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തും. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡമായിട്ട് ഈ കോയിൻ ഫ്ലിപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കും. സോ ദർ ഇസ് എ റാൻഡംനെസ് ഇൻ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം. സോ വി ആർ റിപ്പീറ്റിംഗ് ദ പ്രോസസ്, ദാറ്റ് ഈസ് വി ആർ സിമുലേറ്റിംഗ് ദ അപ്രോച്ചസ് അല്ലേ, നമ്മൾ സിമുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ റാൻഡമൈസ്ഡ് അപ്രോച്ച് നമ്മൾ സാധാരണയായിട്ട് എപ്പം ഉപയോഗിക്കുമെന്ന് വെച്ചാൽ തിയററ്റിക്കലിയോ അല്ലെ പ്രാക്ടിക്കലി നമുക്ക് ഈ ചില പ്രോബ്ലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു കമ്പലിങ് ചലഞ്ചസ് സിനാരിയോയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റാൻഡമൈസ്ഡ് പ്രോബ്ലം അപ്രോച്ച് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിനെ കുറച്ചുകൂടി എന്ത് ചെയ്തു, ഒരു സിംപ്ലിഫൈഡ് ആയി ഒരു പ്രോബബിലിസ്റ്റിക് ചോയ്സ് ആണ് അല്ലേ. നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് അത് എത്ര പ്രാവശ്യം ഉണ്ടായിരുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളൊരു സൊല്യൂഷനിലോട്ട് എത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പ്രോബ്ലം ആ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ കുറച്ചുകൂടി സിമ്പിളാക്കി എന്ന് പറയാം. രണ്ടാമത്തെ ഒരു വേഴ്സറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പല ഡൊമൈനിലും ഇത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഡിറ്റർമിനിസ്റ്റിക് സൊല്യൂഷൻ പോസിബിൾ അല്ലാത്ത ഇംപ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ സാധാരണയായിട്ട് ഈ റാൻഡംനെസ് അപ്രോച്ച് ഉപയോഗിച്ച് സാധാരണ സോൾവ് ചെയ്യാറ്. ഓക്കെ, ഇനി പല സമയത്തും ഡിറ്റർമിനിസ്റ്റിക് ചിലപ്പോൾ അൽഗോരിതം ഉള്ള കേസിൽ പോലും നമ്മൾ ഈ റാൻഡംനെസ് അപ്ലൈ ചെയ്യുന്ന പല സിനാരിയോയിലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം ഇനി എന്താണ് നമ്മുടെ റാൻഡമൈസ്ഡ് അപ്രോച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. റാൻഡമൈസ്ഡ് അപ്രോച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റാൻഡമായിട്ട് ഇത് സാമ്പിൾ ചെയ്തിട്ട് അല്ലെ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ഇത് പലപ്പോഴും നല്ല എഫിഷ്യൻ്റ് ആണ്, ഓപ്റ്റിമൈസിങ് പെർഫോമൻസ് ആണ്. എക്സൗസ്റ്റീവ് കമ്പ്യൂട്ടേഷൻ ഇംപ്രാക്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഈ റാൻഡമൈസ്ഡ് അപ്രോച്ച് പോലുള്ള സിനാരിയോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി പലപ്പോഴും നമ്മൾ റാൻഡമൈസ്ഡ് അപ്രോച്ചിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര സമയം എടുത്തു, എത്ര സ്പേസ് എടുത്തു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡിറ്റർമിനിസ്റ്റിക് വേഴ്സ്റ്റ് കേസിനേക്കാളും അത്യാവശ്യം നല്ല ഒരു റിസൾട്ടായിരിക്കും ഇത് നൽകുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൂപ്പൺ പ്രോബ്ലം, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൂപ്പൺ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് കുറച്ച് കൂപ്പണുകളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പെയർ ഓഫ് ജീൻസ് വാങ്ങുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. അയാളുടെ കയ്യിൽ 10 കൂപ്പണുകളാണ് ഉള്ളതെന്ന് വിചാരിക്കും. 10 നമ്പേഴ്സുള്ള കൂപ്പണുകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് 10 കൂപ്പണുകളും കിട്ടിയാൽ 1 ഡിജിറ്റുള്ള കൂപ്പണുണ്ട്, 2 ഡിജിറ്റ്, അങ്ങനെ മൊത്തം 10 വരെയുള്ള കൂപ്പണുകൾ കറക്റ്റ് ഓർഡറിൽ അയാൾക്ക് കിട്ടിയാൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ജീൻസ് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഓരോ 2 പ്രാവശ്യം ജീൻസ് വാങ്ങുമ്പോഴും നമുക്കൊരു കൂപ്പൺ കിട്ടുവേ. ചിലപ്പം ഒരേ കൂപ്പൺ നമ്പർ തന്നെ കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് ഫ്രീ ജീൻസ് കിട്ടണമെങ്കിൽ ഈ 10 ആ ഡിഫറെൻറ്റ് ടൈപ്പുള്ള കൂപ്പണുകൾ തന്നെ എനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഫ്രീ ജീൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഫ്രീ ജീൻസ് കിട്ടാൻ എത്ര പ്രാവശ്യം നമുക്ക് എങ്ങനെ ബൈ ചെയ്യണം,
ഹൗ മെനി ജീൻസ് ഡു യു എക്സ്പെക്ട് ടു ബൈ ബിഫോർ ഗെറ്റിംഗ് എ ഫ്രീ വൺ? ഒരു ഫ്രീ ജീൻസ് കിട്ടാൻ എത്ര പ്രാവശ്യം ഞാൻ ജീൻസ് പർച്ചേസ് ചെയ്താലേ എനിക്ക് ഫ്രീ കിട്ടുള്ളൂ എന്നുള്ള അതിൻ്റെ ഒരു സൊല്യൂഷൻ എത്തണം. അതാണ് നമ്മളുടെ കൂപ്പൺ പ്രോബ്ലം എന്ന് പറയാം. മനസ്സിലായോ? അപ്പം ഒരു ഷോപ്പുണ്ട്, ഷോപ്പിൽ ആൾക്കാർ ജീൻസുകൾ വന്ന് പർച്ചേസ് ചെയ്തതിന് ഒരു കൂപ്പൺ കൊടുക്കും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ കൂപ്പണുകൾ സൂക്ഷിച്ച് വെക്കണം. എൻ്റെ കയ്യിൽ 1 മുതൽ 10 വരെയുള്ള കൂപ്പൺ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കണ്ടേ കൊണ്ട് കൊടുത്താൽ ഒരു ഫ്രീ ജീൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എനിക്ക് ഫ്രീ കിട്ടാൻ എത്ര പ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്താൽ എനിക്കിങ്ങനെ ഫ്രീ കിട്ടും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സോ അത് അവിടെ ഒരു റാൻഡമൈസേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.